പ്രിയപ്പെട്ടവരെ, യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹം നിറഞ്ഞ ആശംസകൾ. ഈ സ്ഥലം എങ്ങനെയുണ്ട്? നല്ല ഭംഗിയില്ലേ? കടലിന്റെ നടുവിലാണെന്ന് തോന്നുന്നുണ്ടോ? ഇത് രാമേശ്വരമില്ലേ? തമിഴ്നാട്ടിലെ രാമനാഥപുരം ജില്ലയില്. ഇവിടെ രാമേശ്വരം എന്നൊരു പട്ടണമുണ്ട്. അവിടെ നിന്ന് ധനുഷ്കോടിയിലേക്ക് പോകുന്ന വഴിയില് ഇതുപോലെ കടലിന്റെ ഉള്ളിൽ നിൽക്കുന്നത് പോലെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നു. നല്ല ഭംഗിയുണ്ട്. രണ്ടു വശത്തു നിന്നും കടലോളങ്ങൾ അടിച്ചുകൊണ്ടിരിക്കുന്നു. പുറകിൽ അലയടിക്കുന്നു. വളരെ മനോഹരമായ ഒരു സ്ഥലമാണിത്. ഇവിടെ വന്നാൽ ഈ സ്ഥലങ്ങളെല്ലാം നേരിൽ കണ്ട് ദൈവത്തിന്റെ സൃഷ്ടിയുടെ മഹത്വത്തെ കണ്ട് രസിക്കാൻ സാധിക്കും. ഇത് സൃഷ്ടിച്ച ദൈവത്തെ നിങ്ങൾക്ക് സ്തുതിക്കാം. ദൈവം എത്ര വലിയ മഹാനാണ് അല്ലേ? ഇത് ഈ കടലിലെ ഓളങ്ങളും ദൈവം സൃഷ്ടിച്ച പ്രകൃതിയും നമുക്ക് കാണിച്ചു തരുന്നു. ശരി, ഇന്ന് ദൈവം നമുക്ക് തന്നിരിക്കുന്ന വചനം എന്താണെന്ന് അറിയണമല്ലേ? 1 സങ്കീർത്തനം 3 വാക്യം. അവൻ ചെയ്യുന്നതൊക്കെയും സാധിക്കും. ദൈവം പറയുന്നു, എന്റെ മകനെ നീ ചെയ്യുന്നത് സാധിക്കും, എന്റെ മകളെ നീ ചെയ്യുന്നത് സാധിക്കും. ഞാൻ ചെയ്യുന്നതൊന്നും തന്നെ നടക്കുന്നില്ല. ജോലിക്ക് എന്തൊക്കെയോ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു, പക്ഷെ ഒന്നും നടക്കുന്നില്ല. കുഞ്ഞിനു വേണ്ടി എന്തൊക്കെയോ ചെയ്യുന്നു, ഒന്നും നടക്കുന്നില്ല. സ്വത്ത് വാങ്ങണമെന്ന് ശ്രമിക്കുന്നു, അത് നടക്കുന്നില്ല. വീടുണ്ടാക്കാൻ ശ്രമിക്കുന്നു, അത് നടക്കുന്നില്ല. ബിസിനസ്സിന് ശ്രമിക്കുന്നു, അത് നടക്കുന്നില്ല. ഞങ്ങൾ ചെയ്യുന്നതെല്ലാം അവസാന നിമിഷം തടസ്സപ്പെടുന്നു. ഇതാണ് പലരുടെയും പ്രശ്നം. ഇപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഏതോ ഒരു കാര്യം സാധ്യമാകുന്നില്ല, നടക്കുന്നില്ല. അതിന് ശ്രമിച്ചുകൊണ്ടിരുന്നിട്ടും തോൽവി മാത്രമേ നടക്കുന്നുള്ളൂ. എന്നാൽ ഇന്ന് ദൈവം പറയുന്നു, മകളെ സാധിക്കും, മകനെ സാധിക്കും, നീ ചെയ്യുന്നതെല്ലാം നടക്കും എന്ന് ദൈവം പറയുന്നു. അതിന് ഞാനൊരു രഹസ്യം പറയാം. 1 സങ്കീർത്തനം വായിച്ചാൽ യഹോവയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിച്ച് അവന്റെ ന്യായപ്രമാണത്തെ രാപ്പകൽ ധ്യാനിക്കുന്നവൻ ഭാഗ്യവാൻ. അവൻ ചെയ്യുന്നതെല്ലാം സാധിക്കും. നടക്കണമെങ്കിൽ ഇതാണ് ഒരേയൊരു വഴി. ഒരിക്കൽ ഒരു സഹോദരൻ വന്ന് അങ്ങനെയാണ് പറഞ്ഞത്, എനിക്കൊന്നും സാധിക്കുന്നില്ല ബ്രദർ. എന്ത് ചെയ്താലും അവസാന നിമിഷം തോൽവി, തടസ്സം, ഒന്നും നടക്കുന്നില്ല എന്ന് പറഞ്ഞു. അതിനുവേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. ഞാൻ പ്രാർത്ഥിക്കാം. പ്രാർത്ഥനയേക്കാൾ പ്രധാനപ്പെട്ടയൊരു ഉപദേശം തരാം. അത് ചെയ്താൽ നടക്കും. എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു. നിങ്ങൾ യാത്ര ചെയ്യേണ്ട, നിങ്ങളെ വേദനിപ്പിക്കേണ്ട, കാണിക്ക കൊടുക്കേണ്ട, പണം സൗജന്യമായി കൊടുക്കേണ്ട, വചനത്തെ ധ്യാനിക്കണം. 1 സങ്കീർത്തനം വായിച്ചു കൊടുത്ത് വേദപുസ്തകത്തിൽ സന്തോഷിച്ച് അതിനെ ദിവസവും ധ്യാനിച്ച് രാപ്പകൽ അതിനെ ധ്യാനിച്ചുകൊണ്ടിരിക്കൂ, കാര്യം നടക്കും എന്ന് പറഞ്ഞു. അതെയോ, അത് മതിയോ? വളരെ സിമ്പിൾ അല്ലേ? ഇപ്പോൾ ധാരാളം കാണിക്ക കൊടുത്താൽ നടക്കുമെന്ന് പറഞ്ഞാൽ കൊടുക്കാൻ റെഡിയായിരിക്കും. നിങ്ങൾ യാത്ര ചെയ്യണം, ഇത് ചെയ്യണം, അത് ചെയ്യണം എന്ന് പറഞ്ഞാൽ തയ്യാറായിരിക്കും. ദൈവം പ്രയാസമുള്ളത് ചെയ്യാൻ പറഞ്ഞിട്ടില്ല. വളരെ എളുപ്പം. ദിവസവും ബൈബിൾ വായിക്കൂ, ധ്യാനിക്കൂ, അതേ പറയുന്നുള്ളൂ. അയാൾ തന്നെ സമർപ്പിച്ച് ദിവസവും വചനം വായിച്ച് ധ്യാനിക്കാൻ തുടങ്ങിയ ഉടനെ കാര്യം സാധിച്ചു, തടസ്സങ്ങൾ നീങ്ങി. അത്രയുള്ളൂ. വചനപ്രകാരം ജീവിക്കാൻ നമ്മെ സമർപ്പിക്കണം. ഇന്ന് സമർപ്പിക്കുമോ? ദൈവമേ, എന്റെ കാര്യം നടക്കും, ഞാൻ വിശ്വസിക്കുന്നു. അങ്ങയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിക്കാൻ എന്നെ സമർപ്പിക്കുന്നു. ഇപ്പോൾ എല്ലാവരും ഹൃദയത്തിൽ കൈവയ്ക്കൂ. ദൈവമേ, എന്റെ കാര്യത്തെ അങ്ങ് നടത്തിത്തരും, ജയം തരും, തടസ്സങ്ങൾ നീക്കും. എന്നെ ഇതാ സമർപ്പിക്കുന്നു. ദിവസവും വചനം വായിച്ച് ധ്യാനിച്ച് അതിലെപ്പോഴും ധ്യാനിക്കുവാനായി സമർപ്പിക്കുന്നു. അങ്ങയുടെ വചനത്തെ ഞാൻ വിശ്വസിക്കുന്നു. ഇന്ന് തന്നെ കാര്യം നടക്കുന്നതിനായി സ്തോത്രം, സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ആമേൻ, ആമേൻ. ജീസസ് റീഡിംഗ്സ് മലയാളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കോൺ ക്ലിക്ക് ചെയ്യുക. ഞങ്ങളുടെ ദൈനംദിന പ്രോഗ്രാമുകളെക്കുറിച്ചുള്ള അപ്ഡേറ്റ് ലഭിക്കുവാൻ